ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് നമുക്ക് ജാവനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം, വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് ഇൻ എൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തിയറി എക്സാമിന് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ വൈവ വോയിസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ വി ഹാവ് ടു ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, ഇൻഹെറിറ്റൻസ് എന്താണ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, മെസ്സേജ് പാസിംഗ്, ദീസ് ആർ ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ്. വി ഹാവ് ടു ഡിസ്കസ് ഇറ്റ്സ് വൺ ബൈ വൺ. ഓക്കെ, ഇതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക്കൽ പ്രസൻറ്റേഷൻ മാത്രമാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു തിയറി എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരുപാട് എഴുതിയേക്കാൾ ഉപരി അതിൻ്റെ കൂടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടൊക്കെ ഫിഗേഴ്സ്, പിക്ചേഴ്സ്, ഡയഗ്രാംസ് ഒക്കെ ആഡ് ചെയ്യുന്നത് അത് നമ്മുടെ പേപ്പേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ആൻസറിനെ കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, വാല്യൂ ചെയ്യുന്നവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതിന് കൂടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന തിയറി എക്സാമിൻ്റെ കൂടെയൊക്കെ നമുക്ക് ആൻസറിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതേപോലെ ഡയഗ്രാംസ്, ടാബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു മോഡൽ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചു എന്ന് മാത്രം. ഇതുപോലുള്ള ഡയഗ്രാംസ് നമുക്ക് ആവശ്യമുള്ളത് നമുക്കതുപോലെ തന്നെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഡയഗ്രാംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം വൺ അനദർ. ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജാവയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല, എന്നാൽ നമുക്ക് വേണമെങ്കിൽ അത് ജാവയിലേക്ക് ബന്ധപ്പെടുത്തുകയും ചെയ്യാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം വൺ അനദർ. എന്തായിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇറ്റ് ഹാവ് സം ഫീച്ചേഴ്സ്, യൂസിങ് ദാറ്റ് ഫീച്ചർ വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് വൺ ഫ്രം അതർ. അപ്പോൾ നമുക്കൊരു ബുക്ക് ഒരു പേനയിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ബുക്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്, പെൻ എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ബുക്കിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ട്, പെൻ എന്ന് പറയുന്ന ഡിവൈസിന് പെന്നിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് പ്രോപ്പർട്ടീസ് വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ ടു ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യുക, ഒബ്ജക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് ടാസ്ക് ഈസ് ടു ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ ഒബ്ജക്ട്സ്. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വിസിബിൾ ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ടച്ചബിൾ ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒബ്ജക്റ്റ് ആവാം. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിന്, കോളേജിന് വേണ്ടിയിട്ടോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ളൊരു ഒബ്ജക്റ്റ് ആയിരിക്കും, ടീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള മറ്റൊരു ഒബ്ജക്റ്റ് ആയിരിക്കും, പാരൻസ് മറ്റൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ആണ് ചെയ്യുക. ഈച്ച് ഒബ്ജക്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷൻസ്. പ്രോപ്പർട്ടീസ് മീൻസ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് ഏജ്, പ്ലേസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ, അഡ്രസ്. ദീസ് ആർ ദ properties of a student object. ഇനി ഓരോ ഒബ്ജക്റ്റിനെയും ബേസ് ചെയ്തുകൊണ്ട് there are some certain functions to handle these properties. ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടീസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഒബ്ജക്റ്റിനെയും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അതിന് മെത്തേഡ്സ് എന്ന് പറയാം, ഫങ്ഷൻസ് എന്ന് പറയാം. ജാവയിൽ സാധാരണ അതിന് മെത്തേഡ്സ് എന്നാണ് പറയുക.
ഇപ്പോൾ വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ പ്രൊസീജിയർ എന്നാണ് ഫംഗ്ഷനെ പറയുക. C++ൻ്റെ അകത്ത് ഫംഗ്ഷൻ എന്നാണ് പറയുക. ജാവൻ്റെ അകത്ത് മെത്തേഡ് എന്നാണ് സാധാരണഗതിയിൽ പറയാറ്. ബോത്ത് ആർ സെയിം. അപ്പോൾ ഈച്ച് ഒബ്ജക്റ്റ് ഹാസ് 2 ക്യാരക്ടറിസ്റ്റിക്സ്. ദേ ഹാവ് സ്റ്റേറ്റ്സ് ആൻഡ് ബിഹേവിയർ. ഒബ്ജക്റ്റിന് സ്റ്റേറ്റ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ടോപ്പിക്കായിട്ട് ഇതിൽ എന്താണ് സ്റ്റേറ്റ് ബിഹേവിയർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റിന് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ശരിക്ക് ദ ടാസ്ക് ഡൺ ബൈ ദ ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ചെയ്യുന്ന ടാസ്കിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയാം. അപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് റീഡ്, റൈറ്റ് അല്ലെങ്കിൽ റീഡ്, ഡിസ്പ്ലേ എന്ന് 2 ഫങ്ഷൻ കൊടുക്കാം. ഓക്കെ, റീഡ് എന്ന് പറയുന്നത് ടു റീഡ് ദ ID, നെയിം, പ്ലേസ്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ദീസ് പ്രോപ്പർട്ടീസ്. ആൻഡ് ഡിസ്പ്ലേ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ to show these details, this much of detail, ID, name, place of student. അപ്പോൾ each an object is anything in the real world which has some properties to distinguish from one another, and each object has certain properties and associated with certain functions to handle these properties. Okay. ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ശരിക്ക് ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് എ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ് പറയും. ആ സമയത്ത് നമുക്ക് ഒന്നും കൂടെ പറയാം. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് കാൾഡ് ക്ലാസ്. Or we can define as a class is a blueprint. ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ബ്ലൂ പ്രിൻ്റ് മീൻസ് മോഡലാണ്. ക്ലാസ് എന്ന് പറയുന്നത് ബ്ലൂ പ്രിൻ്റ് ആണ്. അപ്പോൾ ബ്ലൂ പ്രിൻ്റ് മീൻസ് മോഡൽ. ഇസ് എ ബ്ലൂ പ്രിൻ്റ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഫോളോസ്. ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ക്ലാസിൻ്റെ ഒരു മോഡലാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എൻറ്റിറ്റിയും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് എൻറ്റിറ്റിയാണ്. ഒബ്ജക്റ്റുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലാസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവേണ്ട പ്രോപ്പർട്ടീസ്, ഫംഗ്ഷനൊക്കെ ക്ലാസ്സിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുക ചെയ്യാം. അപ്പോൾ ക്ലാസ് ആക്ച്വലി ഇസ് എ സ്റ്റാറ്റിക് എൻറ്റിറ്റി. അപ്പോൾ മറ്റൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, എ ക്ലാസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ എൻറ്റിറ്റീസ്, സിമിലർ ഒബ്ജക്ട്സ്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് എത്ര ഒബ്ജക്റ്റ് ഉണ്ടാവാം? n നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റുകളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് എ സിംഗിൾ ക്ലാസ്, സ്റ്റുഡൻറ്റ് ക്ലാസ്. സ്റ്റുഡൻറ്റ് നമ്മൾ C എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുക. സ്ട്രക്ചർ നെയിം. അപ്പോൾ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, പിന്നെ അതിൻ്റെ അകത്തൊരു ബ്രേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള വേരിയബിൾസിനെ നമ്മൾ കൊടുത്തിട്ട് സ്ട്രക്ചർ ക്ലോസ് ചെയ്യും. എന്ന രൂപത്തിൽ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക ക്ലാസ് നെയിം. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെന്ത് കൊടുക്കും, ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ അകത്ത് വരാവുന്ന പ്രോപ്പർട്ടീസ്, ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസ്, ഇൻറ്റ് ഏജ്, ഇൻറ്റ് ID, ഇൻറ്റ് ഏജ്, കെയർ നെയിം ഓഫ് 20, കെയർ പ്ലേസ് ഓഫ് 20, ഇൻറ്റ് DOB. ദെൻ നമുക്ക് വേണ്ട അത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ അതിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നു. തൊട്ട് താഴെ നമ്മൾ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യുന്നു, വോയിഡ് റീഡ്, വോയിഡ് ഡിസ്പ്ലേ. ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഈ ക്ലാസ്സിൻ്റെ ഒരു കോപ്പിയാണ് ശരിക്കും ഓരോ ഒബ്ജക്റ്റും. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. തൊട്ട് മുന്നേ ഉള്ള സ്ലൈഡിൻ്റെ അകത്തുണ്ടായിരുന്നു, ക്ലാസ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ ക്ലാസ്സാണ്, ഒരു ക്ലാസ്സിൽ നിന്നാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. വിത്തൗട്ട് ക്ലാസ് ദർ ഇസ് നോ ഒബ്ജക്റ്റ്. വിത്തൗട്ട് ക്ലാസ് ദർ ഇസ് നോ ഒബ്ജക്റ്റ്. ക്ലാസ് ഇല്ലാതെ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ C എന്ന് പറയുന്ന ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് C എന്ന് പറയുന്ന ലാംഗ്വേജിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാവുമെന്നാണ് എൻ്റെ ഒരു, അതായത് C എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മൾ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ ഞാൻ വീണ്ടും പറയാൻ കാരണം സ്ട്രക്ചറും ക്ലാസ്സും തമ്മിൽ വളരെ റിലേഷൻ ഉണ്ട്. സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ C++ലേക്ക് ജാവയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ക്ലാസ്സായിട്ട് മാറുക ചെയ്തു.
അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ഡാറ്റ ടൈപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സീൻ്റെ അകത്തുള്ളൊരു ഡാറ്റ സ്ട്രക്ചറാണ് ശരിക്ക് സീൽ ഉപയോഗിക്കുന്ന ഡാറ്റ സ്ട്രക്ചറാണ് ശരിക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡാണ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. In the same way, when it comes to the C++ or Java, instead of structure, we have the concept of class. Both are same. Classum structureum same ആണെന്ന് പറയാൻ വയ്യ. There is a lot of functionality in class compared to structure. അപ്പോൾ സ്ട്രക്ചർ നെയിം, സ്ട്രക്ചറിൻ്റെ അകത്തുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിനു ശേഷം നമ്മൾ സ്ട്രക്ചർ ക്ലോസ് ചെയ്യും. എന്നിട്ട് സ്ട്രക്ചർ മെമ്പറിനെ ക്രിയേറ്റ് ചെയ്യും. സ്ട്രക്ചർ വേരിയബിൾ എന്നൊക്കെ നമ്മൾ പറയും. ആ സ്ട്രക്ചറിൻ്റെ തൊട്ട് താഴെ ആ സ്ട്രക്ചറിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്തെങ്കിൽ അതിന് തൊട്ട് താഴെ സ്റ്റുഡൻറ്റ് S1, S2 എന്നൊക്കെ ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും S1ഉം S2ഉം സ്ട്രക്ചർ വേരിയബിളാണ്. ഈ സ്ട്രക്ചറിൻ്റെ അത് ഡിഫൈൻ ചെയ്തത് എന്താണോ അതിൻ്റെ ഒരു കോപ്പി S1നും S2നും സെപ്പറേറ്റ് കിട്ടും. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ക്ലാസ് സ്റ്റുഡൻറ്റ്, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ID നെയിം ഡിക്ലെയർ ചെയ്തു, റീഡ് റൈറ്റ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻറ്റ് S1, S2 എന്നുള്ള 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ S1, S2 എന്ന് പറയുന്നത് ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ 2 ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ ക്ലാസ് എന്ന് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഓരോ വേരിയബിളിൻ്റെയും ഫംഗ്ഷൻ്റെയും ഒരു കോപ്പി S1നും ഒരു കോപ്പി S2നും കിട്ടും. ബോത്ത് ആർ ഡിഫറെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്. S1ഉം S2ഉം ഇൻഡിപെൻഡൻ്റ് ആണ്. S1ൻ്റെ അകത്തുള്ള ID നെയിമിന് ഞാൻ വാല്യൂ അസൈൻ ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് S2ന് അത് എന്ത് ചെയ്യില്ല, അപ്ലിക്കബിൾ ആവില്ല. S2ന് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം, വാല്യൂസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ഒരു ഒബ്ജക്റ്റ് എന്തായിരിക്കണം എന്നുള്ളത്, ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് ശരിക്കും ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ആ ഒബ്ജക്റ്റ് ഡോട്ട് അപ്പോൾ നമ്മൾ S1 ഡോട്ട് ID ഈക്വൽ ടു 100, S1 ഡോട്ട് നെയിം ഈക്വൽ ടു രാജു, S1 ഡോട്ട് പ്ലേസ് ഈക്വൽ ടു മലപ്പുറം, ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾസിന് വാല്യൂസ് ആയി. അപ്പോൾ ഡോട്ട് ഓപ്പറേറ്ററാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രോഗ്രാമിംഗ് സൈഡിലെത്തുമ്പോൾ നമ്മൾ കൂടുതൽ പറയും. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ വാട്ട് ഈസ് എൻ ഒബ്ജക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം എൻ ഒബ്ജക്റ്റ് ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർവ്യൂ ചോദിക്കും വാട്ട് ഈസ് എ ക്ലാസ്. സോ ക്ലാസ്സിന് നമുക്ക് ഈ പറയുന്ന 3 പോയിന്റ് ഡെഫിനിഷൻ കൊടുക്കാം. കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് കാൾഡ് ക്ലാസ്. ഇനി എ ക്ലാസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബ്ലൂ പ്രിന്റ് ഫ്രം വിച്ച് യു ക്യാൻ ക്രിയേറ്റ് എൻ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ്. സെക്കൻഡ് ഡെഫിനിഷൻ അത് കൊടുക്കാം. തേർഡ് ഡെഫിനിഷൻ ആയത് ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ എൻറ്റിറ്റീസ്. ക്ലാസ് എന്ന് പറയുന്നത് സിമിലർ എൻറ്റിറ്റി മീൻസ് ഒബ്ജക്റ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ എൻറ്റിറ്റീസ് ഓർ ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഒബ്ജക്റ്റ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസിൻ്റെ കംപ്ലീറ്റ് ഡെഫിനിഷനായി. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ്. അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം, എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം വൺ അനദർ. ഇനി ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റേറ്റും ബിഹേവിയറും. അത് നമ്മൾ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ അടുത്ത സെഷനിൽ നമ്മളതിനെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് കൺഫ്യൂഷൻ ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ച് പറയുക, എങ്ങനെ ചെയ്താലും മതി. നിങ്ങൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. ക്ലാസ് അതിൻ്റെ അകത്ത് എന്തുണ്ട്, വേരിയബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജാവയിൽ മെത്തേഡ്സ് എന്നാണ് നമ്മൾ പറയുക, ഫംഗ്ഷന് മെത്തേഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ക്ലാസ് അതിൻ്റെ അകത്ത് മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾസ് ഉണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെയും കണ്ടൻറ് ഇതാണ്, മെത്തേഡ്സ് അതുപോലെ തന്നെ വേരിയബിൾ എന്ന് പറയുന്നത് ശരിക്കും പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് ഉണ്ടാവുക ഓരോ ഒബ്ജക്റ്റിനും പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഉണ്ട്.
അപ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ മെത്തേഡ് എന്ന് പറയും, ആ പ്രോപ്പർട്ടീസ് നമ്മൾ വേരിയബിൾ എന്ന് പറയും. കാരണം നെയിം ഏജ് ഒക്കെ ശരിക്ക് പ്രോപ്പർട്ടിയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ജാവ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് ലേക്ക് അതിനെ മാറ്റുമ്പോൾ അത് വേരിയബിളായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വളരെ ചെറിയ ഈ ഒരു ടോപ്പിക്ക്, അതായത് ക്ലാസ് ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളിതിനെ ഓഡിയോ കേട്ടതിന് ശേഷം, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്പോട്ടിൽ തന്നെ നിങ്ങളത് എനിക്ക് വാട്സപ്പ് ചെയ്യുക, മെയിൽ ചെയ്യുക ചെയ്യണം, അല്ലെങ്കിൽ വിളിച്ചറിയിക്കുക ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു വീഡിയോ സെഷൻ ഞാൻ വീണ്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്.